പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ഇടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിന് മുൻവശത്താണ്. ഞാൻ സ്ഥിരമായിട്ട് രാവിലെ കളിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഞാൻ. അതുപോലെ തന്നെ ആലുവ നജാത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് റിയാദ്, അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് നസീർ സാർ, അങ്ങനെ എല്ലാവരും കളിക്കാൻ വരുന്ന, മിക്കവാറും ദിവസങ്ങളിൽ കളിക്കാൻ വരുന്ന ഒരു ഗ്രൗണ്ടാണ് ആലുവ ഇടത്തല പഞ്ചായത്ത് ഗ്രൗണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വന്നത് കാരണം നമ്മുടെ ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ നമുക്ക് സ്ഥിരമായിട്ട് ഈ ലിഗമെന്റ് സർജറി, ഫുട്ബോൾ താരങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു ഇഞ്ചറിയാണ് ലിഗമെന്റ് ഇഞ്ചറി. കാലുകൾക്ക് സംഭവിക്കുന്ന ഒരു ഇഞ്ചറിയാണ്. അപ്പോൾ അതിന് നിരന്തരമായിട്ട് ഇവിടെ സർജറി നടക്കുന്നുണ്ട്. അപ്പോൾ സർജറി, ഈ രീതിയിൽ സർജറി കഴിഞ്ഞ ഫുട്ബോൾ താരങ്ങൾക്ക് നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരമൊരു മത്സരം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ കേട്ടറിഞ്ഞിട്ടില്ല. ഒരു രാജ്യത്തും അങ്ങനെ നമ്മൾ ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടില്ല. അങ്ങനെ ലിഗമെന്റ് സർജറി കഴിഞ്ഞിട്ട് അവരെ ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടി ഒരു ടൂർണമെന്റ് നടത്തുന്ന ഒരു രീതി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ അത്തരം ഒരു ഫുട്ബോൾ ടൂർണമെന്റ്, ഫിറ്റ്നസ് ടൂർണമെന്റ് നടത്തുന്നത് 3-ാം തവണയാണ്. അപ്പോൾ 3-ാം തവണ നടക്കുന്നത് ഈ മാസം ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. നിലവിൽ ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ ഫുട്ബോൾ കളിക്കാരും അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ആളുകൾക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് അവരായിട്ടൊക്കെ സംസാരിക്കാം. അതുപോലെ നമുക്ക് ഡോക്ടർ മുഹമ്മദ് റിയാദിനോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. നിലവിൽ നമ്മുടെ 15-ാം തീയതി നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ വളരെ വിജയകരമായിട്ട് 3-ാം തവണയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന 15-ാം തീയതി ഞായറാഴ്ചയാണ്. എല്ലാവരും എത്തണം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരിക്കും. അത് സർജറി കഴിഞ്ഞ ആളുകൾ മാത്രം അവരുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യും, അവരെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കുന്ന ഒരു പരിപാടിയാണ് അത്, ഫുട്ബോൾ ടൂർണമെൻറ്റ്. നമുക്കതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ സ്പോർട്സ് ക്ലബിൻ്റെ, ഇടത്തല സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഹക്കീം പോലുള്ള താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരോട് സംസാരിക്കാവുന്ന. ഹക്കീം ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. സാധാരണ ഫുട്ബോളാണ് കളിക്കാറ്. ഹക്കീം പ്രസിഡന്റ്, സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഇവിടെ കളിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. സ്പോർട്സ് ക്ലബിൻ്റെ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ആലുവ നജാത്ത് ഹോസ്പിറ്റലിലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ടല്ലോ ഇവിടെ. സർജറി, മറ്റേ ലിഗമെന്റ് സർജറി കഴിഞ്ഞവരെയൊക്കെ ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ക്ലബിന്റെ അംഗങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതല്ലേ, കളികൾ കണ്ടായിരുന്നു. നമ്മുടെ പേരെന്തായിരുന്നു? നൗഫലാണ്. അപ്പൊ ഇവിടെ ഇടത്തല തന്നെ ഫുട്ബോൾ ക്ലബിന്റെ, സ്പോർട്സ് ക്ലബിലുള്ള അംഗമാണ്. അദ്ദേഹത്തിനോട് ചോദിക്കാം. ഇതിനു മുമ്പുണ്ടായ കളികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത്, ആ സർജറി ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കളി വെച്ചിട്ടുള്ളത്? അപ്പൊ ഈ ക്ലബിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ സർജറി കഴിഞ്ഞ ആളുകളുണ്ട്. മറ്റേ പരിക്ക് പറ്റിയിട്ട് ലിഗമെന്റ് സർജറി കഴിഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ ഇതിൽ ഉൾപ്പെട്ട് നമ്മൾ കളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ആ ഉദ്ദേശം നല്ലതല്ലേ? അത് ഇന്നത്തെ കാലത്ത് ടർഫ് കോർട്ട് വന്നേ പിന്നെ ഒരുപാട് പേർക്ക് ലിഗ്മെന്റ് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ഇഷ്യൂസ് വന്നേ പിന്നെ ഈ ലിഗ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ തന്നെ ഒത്തിരി പേര്, എനിക്ക് തോന്നുന്നു നജാത്തി തന്നെയായിരിക്കും മിക്കവരുടെയും അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതെല്ലാം കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അതിന്റെ നല്ല രീതിയിലുള്ള റിസൾട്ട് അവർക്കുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ കളിച്ച് ഇപ്പൊ ഞങ്ങൾ കളിക്കുന്ന കൂട്ടത്തിലും ആ ചെയ്തവരുണ്ട്. അവർ പഴയ ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ ഒരു നൗഫലിനാണ്. ഡോക്ടർ മുഹമ്മദ് റിയാദൊക്കെ ഇവിടെ കളിക്കാൻ പറഞ്ഞാൽ ഇന്ന് ആൾ കളിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കളിക്കലുണ്ട് ഇവിടെ ആളുകളുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് വിവരങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിൽ വരാവുന്നതാണ്. ഓക്കെ, നിലവില് ഇടത്തല സ്പോർട്സ് ക്ലബിന്റെ അവർ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ, ഇതിന്റെ ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ സ്പോർട്സ് ക്ലബിന്റെ, ഇടത്തല ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ നമ്മുടെ ഹക്കീം ഇവിടെ കളിക്കുന്ന ഒരാൾ ഫീൽഡ് നിൽക്കുകയാണ്. നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ഹക്കീം ഭായ്, ക്രിക്കറ്റ് കളിക്കല്ലേ? എന്നാലും ഒന്ന് നമുക്ക് വരുന്നുണ്ട് പിടിച്ചോളൂ. കളിയുടെ എല്ലാം നമുക്ക് ചോദിക്കാം, ഹക്കീമിനോട് ചോദിക്കാം. നമ്മുടെ നജാത്ത് ഹോസ്പിറ്റലിൽ ലിഗമെന്റ് സർജറി കഴിഞ്ഞവരുടെ ഒരു
ആ പരിപാടി നമ്മുടെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹക്കീം ഭായിക്ക് എന്താണ് പറയാനുള്ളത്? ആള് ഇടത്തല ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ നമ്മൾ വിജയകരമായിട്ട് നടത്തിയ 2 മത്സരങ്ങളിലും എല്ലാം സജീവമായിട്ട് സംഘടിപ്പിക്കുകയും അതിന് മുന്നിൽ നിന്ന് എല്ലാത്തിനും നിന്ന ആളുമാണ് നമ്മുടെ ഹക്കീം ഭായി. അപ്പൊ എന്തായാലും ഹക്കീം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മള് എന്താണ് പരിപാടി ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ ഇഞ്ചുറീസ് ആയിട്ട് നിൽക്കുന്നവർക്ക് പിന്നെയും തിരിച്ചു വരാൻ പറ്റും എന്ന് നമുക്ക് തെളിയിക്കണം. അതിനകത്ത് ഇപ്പോൾ കുറേ പേര് പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഞാൻ കളിയിലായതുകൊണ്ടാണ്. കുറേ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നിലവിൽ. പിന്നെ അത് കളിക്കാൻ പോകണത് ഒരു 20 പേരിന് ഒരു 15 പേരും പ്രൊഫഷണലായിട്ട് ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സും ഓൾ കേരള ടൂർണമെൻറ്റ്സും കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയില്ല. അത് മറ്റുള്ളവർക്ക് എത്തിക്കുക. കുറേ പേര് ഇരുന്ന് പോകുന്നുണ്ട്. അതായത് ഈ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇഞ്ചുറി സംഭവിച്ചാൽ തന്നെ കളിക്കാൻ പറ്റില്ലാതെ വിചാരിച്ച് മാറി നിൽക്കുന്ന കുറേ പേരുണ്ട്. അവർക്കൊരു പ്രചോദനം. എനിക്ക് ഇഞ്ചുറി സംഭവിച്ചാലും പിന്നീട് നമുക്ക് പറ്റും. അതിന് നജാത്ത് ഹോസ്പിറ്റലിൻ്റെ ഒരു പങ്ക് അതെന്താണെന്ന് നാടറിയണം, നാട്ടുകാരറിയണം, വീട്ടിലിരുന്ന പ്ലേയേഴ്സാണ്. അതിലുപരി ഇവരുടെ വീട്ടുകാർ, മാതാപിതാക്കൾ അറിയണം. എന്നാലാണ് അവർക്ക് വീണ്ടും സപ്പോർട്ട് കൊടുത്ത് കളിക്കാരെ വീണ്ടും തിരിച്ചെടുക്കാൻ സപ്പോർട്ട് കൊടുക്കാറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒത്തിരി പേർക്ക് ഗുണമുണ്ടായിരുന്നു. കാരണം പലർക്കും കളിക്കാൻ പറ്റുന്ന പേടി ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ. അവരെല്ലാവരും കളിച്ച് അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കളിക്കുന്ന പലർക്കും ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പലരും കളിക്കുന്നുണ്ട്. ആ ഒരു ടൂർണമെന്റ് നടത്തിയതിന്റെ ബലത്തിലാണ് നമുക്ക് ഇവിടെ ഇപ്പൊ തന്നെ കളിക്കാൻ തന്നെ സാധിച്ചത്. ഈ ഒരു ഇതുവരെ ആ ഒരു ബോൾ എടുക്കണ ആക്കുവരെ ഓപ്പറേഷൻ ചെയ്ത ആളാണ്. അപ്പോൾ അവൻ അങ്ങനെ ഓടാനുള്ള ഇതുണ്ട്. കഴിഞ്ഞ വർഷം ഫുട്ബോൾ അവൻ കളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധിക്കുമെന്ന്. അതിൽ നിന്നാണ് അത് ഈ ഒരു ടൂർണമെന്റ് നടത്തിയതിന്റെ പേരിൽ മാത്രം സംഭവിക്കുന്നത്. എല്ലാവർക്കും ലിഗമെന്റ് പറ്റാ. പിന്നെ അത് ലിഗമെന്റ് ഇഞ്ചുറി ഫുട്ബോൾ കളി സംഭവിക്കണല്ലോ. ലാൻഡിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് ഈ ലിഗമെന്റ് ഇഞ്ചുറി. അല്ലാതെ ആർക്കും പരിക്ക് പറ്റിയാലും കളിക്കാൻ പറ്റും, തെളിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എങ്ങും ഇങ്ങനെ നടന്നിട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. രാജ്യം നടന്നിട്ടില്ല. ഇല്ല അങ്ങനെ സംഭവം നടന്നിട്ടില്ല. നമ്മുടെ ഇവിടെ മാത്രമായിട്ടാണ് നടക്കുന്നത്. അവൻ ഇന്നിപ്പോ ഇവിടെ കളിക്കാൻ വന്നിട്ടില്ല. പുറത്ത് ഇന്ന് ഫുട്ബോൾ ടൂർണമെന്റ് ഉള്ളതുകൊണ്ടാണ് ആൾ കളിക്കാൻ വരാത്തത്. ഉണ്ട് നമ്മുടെ ടൂർണമെന്റ് ഉണ്ടാവും. അതിനുണ്ടാവും. മറ്റെല്ലാവരും പലരും. അവനക്കൊരു ആംഗിൾ ഇഞ്ചുറി സംഭവിച്ച ആളാണ്. ഓൾ ഇന്ത്യ കളിക്കുന്ന ആളാണ് റാഫി എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇനിയിപ്പോ ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. ചെയ്യണം എല്ലാം മുൻകൈ എടുത്ത് പുള്ളിയാണ് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്. ഒക്കെ ചെയ്യണം. നമ്മുടെ ഇപ്പൊ പുള്ളി സ്ഥിരമായിട്ട് ഇവിടെ വന്ന ആളുമാണ്. ഇതൊക്കെ നോക്കി നമ്മുടെ ഒരു ക്ലബിൻ്റെത് കാര്യങ്ങൾക്കും ആണെങ്കിലും പുള്ളി ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഭയങ്കര വിശ്വാസം. പിന്നെ ഡോക്ടർ എന്താണോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പുള്ളിനെ ഭയങ്കര വിശ്വാസമുള്ള ആളും നജാത്ത് അറിയാം. ഡോക്ടർ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെ. കാരണം പക്കാ രീതിയിലും നല്ല വിശ്വസിച്ചും എല്ലാ രീതിയിലും പുള്ളി എടുത്ത് ചെന്നാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതാണല്ലോ മെയിൻ. ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനുള്ള മെയിൻ. അതിൽ ഭയങ്കര ഒരു ഇതാണ് നജാത്ത് ഹോസ്പിറ്റലും ഡോക്ടർ റിയാദും. അത് വലിയൊരു ഇത് തന്നെയാണ്, മുതൽക്കൂട്ട് തന്നെയാണ്. ആലോക്കാർക്ക് ഭയങ്കര ഇതാണ് നമ്മുടെ പരിപാടി. 2 ടീമായിട്ടാണ് ടീം തിരിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആലുവ ഈസ്റ്റും ആലുവ വെസ്റ്റും. വെസ്റ്റിൽ വരുന്നത് ആലുവ ഡിഫൻഡേഴ്സ് നമ്മുടെ ഈ ഭാഗത്തുള്ള മാത്രമായിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും 15-ാം തീയതി 3 മണിക്ക് ഞായറാഴ്ച ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പേജ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ.